മുണ്ടൂർ കൂട്ടുപാത പൊന്നേത്ത് NNMB സ്കൂൾ 69ാം വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് പ്രേംകുമാർ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സജിത അധ്യക്ഷയായി. പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിച്ച് അവയെ ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും പൊതു ഇടങ്ങളാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ പ്രദേശത്തും നടക്കേണ്ടത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കിയതിലൂടെ പൊതുവിദ്യാലയങ്ങളുടെ മുഖം തന്നെ മാറി. പൊതുവിദ്യാഭ്യാസ മേഖല കൂടുതൽ കരുത്താർജിച്ച ഇന്ത്യയിലെ അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. നീന്തൽ ഉൾപ്പെടെ കുട്ടികൾ ആർജിക്കേണ്ട വ്യക്തിഗത കഴിവുകൾ സമ്പൂർണ്ണമായി പരിപോഷിപ്പിക്കാനും വിദ്യാലയങ്ങൾക്ക് കഴിയേണ്ടതുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MLA പറഞ്ഞു. മറ്റു ബേജാറില്ലാതെ പ്രാർത്ഥന ചൊല്ലാൻ കഴിയുക എന്ന് പറയുന്നത് അതൊരു പാകപ്പെടലാണ്, ഒരു പരുവപ്പെടലാണ്. അത് ഒരു വളർച്ചയുടെ വ്യക്തിത്വ വികാസത്തിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ഇവിടെ ഇനി കലാപരിപാടികളുണ്ട്. കലാപരിപാടികളെല്ലാം മത്സരമായിട്ടല്ല, ഒന്നും രണ്ടും സ്ഥാനമൊന്നും ഇന്ന് നടത്തുന്ന കലാപരിപാടികൾക്കില്ല. ഉത്സവമായിട്ടാണ് കുട്ടികളുടെ കലാപരിപാടികളെല്ലാം നടത്തുന്നത്. അധ്യയന വർഷ കാലയളവിലെ വിദ്യാലയ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച റിപ്പോർട്ടിന്റെ ഡിജിറ്റൽ അവതരണം നടന്നു. രഘുനാഥൻ പറളി മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ V ലക്ഷ്മണൻ, KB പ്രശോഭ്, BRC AM അജിത്, അഡ്വക്കേറ്റ് ദിനേശ് കുമാർ, V ജിഷ്ണുഭദ്രൻ, ജാഫർ, സജിനി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ K സുരേഷ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി MK ഗീത നന്ദിയും പറഞ്ഞു. കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും അരങ്ങേറി. പുതിയ അധ്യയന വർഷത്തിൽ അത്യാധുനിക സൗകര്യത്തോടെയുള്ള പുതിയ കെട്ടിടവും സ്മാർട്ട് ക്ലാസ് മുറികളും പൂർത്തിയാക്കുന്നതിനുള്ള കർമ്മ പദ്ധതികളാണ് സ്കൂളിൽ നടന്നുവരുന്നത്.